നമസ്കാരം, കലാകൗമുദി ഓൺലൈനിലേക്ക് സ്വാഗതം. 2047 ഇസ്ലാമിക രാഷ്ട്രം ഇന്ത്യയിൽ സ്ഥാപിക്കുക എന്ന ലക്ഷ്യം വച്ചാണ് നിരോധിത സംഘടനയായ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ പ്രവർത്തിച്ചിരുന്നതെന്ന് NIA കോടതിയിൽ കൊടുത്ത റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു. അത് മാധ്യമങ്ങൾക്ക് കിട്ടിയിരുന്നു. അതോടൊപ്പം തന്നെ 950 പേരുടെ ലിസ്റ്റ്, കൊലപ്പെടുത്തേണ്ട 950 പേരുടെ ലിസ്റ്റും NIA സംഘം ഇവരിൽ നിന്ന് പിടിച്ചെടുത്ത് PFI ഇല്ലാതാക്കാൻ ഉദ്ദേശിക്കുന്ന, വധിക്കാൻ ഉദ്ദേശിക്കുന്ന 950 പേരുടെ ലിസ്റ്റ് NIA സംഘം ഇവരിൽ നിന്ന് പിടിച്ചെടുത്ത് കോടതിയിൽ ഏൽപ്പിച്ചുവെന്നും വാർത്തകൾ വരുന്നുണ്ടായിരുന്നു. പാലക്കാട് ശ്രീനിവാസൻ, RSS നേതാവായ ശ്രീനിവാസന്റെ വധക്കേസ് NIA ഏറ്റെടുക്കുകയും അതിനെ തുടർന്ന് നടത്തിയ പരിശോധനകളിലാണ് പ്രധാന പ്രതികളായ സിറാജുദ്ദീൻ്റെയും അയ്യൂബിൻ്റെയും വീട്ടിൽ നിന്ന് ഈ പേരുകളടങ്ങുന്ന ലിസ്റ്റ് പിടിച്ചെടുത്തത്. അതിലൊരു ജില്ലാ ജഡ്ജി അടക്കം, ചലച്ചിത്ര രംഗത്ത് പ്രവർത്തിക്കുന്ന അടക്കം, രാഷ്ട്രീയക്കാരടക്കം, BJP RSS നേതാക്കളടക്കം പലരുടെയും പേരുകളുണ്ടെന്നാണ് NIA സംഘം വെളിപ്പെടുത്തിയിരിക്കുന്നത്. എന്നാൽ ഇപ്പോൾ NIA അന്വേഷിക്കുന്നത് മറ്റൊരു കാര്യമാണ്. PFIക്ക് വിദേശത്ത് നിന്നും ഇക്കാര്യത്തിൽ പണം നൽകിയത് ആരാണ്? ആക്രമണം നടത്താനും കേസുകൾ നടത്താനും പണം നൽകുന്നത് ആരാണ് എന്നുള്ളൊരു അന്വേഷണം NIA വ്യാപിപ്പിച്ചിരിക്കുകയാണ്. കാരണം PFIക്ക്, പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യക്ക് 3 വിങ്ങുകളുണ്ടെന്നാണ് ഇപ്പോൾ NIA സംഘം കണ്ടെത്തിയിരിക്കുന്നത്. ഒരു വിങ്ങാകട്ടെ ആളുകളെ കണ്ടെത്താനുള്ള വിങ്ങാണ്. മറ്റൊരു വിങ്ങാകട്ടെ കണ്ടെത്തിയ ആളുകൾക്ക് ആയുധ പരിശീലനം നടത്താനുള്ളതാണ്. മറ്റൊരു വിങ് എന്ന് പറയുന്നത് ആയുധ പരിശീലനം നടത്തിയ ആളുകൾ കില്ലർ സ്ക്വാഡ് പോലെ പ്രവർത്തിച്ച് തങ്ങൾ ടാർഗറ്റ് ചെയ്യുന്ന ആളുകളെ വധിക്കുക. അതാണ് മൂന്നാമത്തെ വിഭാഗത്തിൻ്റെ ജോലി. ഈ 3 വിഭാഗത്തിനും അവരുടെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാനുള്ള ഫണ്ടുകൾ വരുന്നത് ഇന്ത്യക്ക് വെളിയിൽ നിന്നാണെന്ന് NIA മനസ്സിലാക്കിയിരുന്നു. ഇതേ തുടർന്ന് ഗൾഫിലെ ചില പ്രമുഖ വ്യവസായികളടക്കമുള്ളവരെ നിരീക്ഷണത്തിലാക്കുകയും അവരുടെ വീടുകൾ റെയ്ഡ് നടത്തുകയും ഗൾഫ് രാഷ്ട്രങ്ങളിൽ ഇന്ത്യ സർക്കാർ ഇടപെട്ട് തന്നെ ചില ആളുകളെ അറസ്റ്റ് ചെയ്യുകയൊക്കെ ഉണ്ടായി. പക്ഷേ ഈ ഫണ്ടുകളുടെ കൃത്യമായിട്ട് ഈ കേസുകൾ നടത്താനും പരിപാടികൾ ആസൂത്രണം ചെയ്യാനും എവിടുന്ന് ഫണ്ടുകൾ, കോടിക്കണക്കിന് രൂപയുടെ ഫണ്ടുകൾ എവിടെ നിന്ന് ലഭിക്കുന്നു, ആ ഫണ്ടുകൾ എവിടെയെല്ലാം കേരളത്തിൽ നിക്ഷേപിക്കപ്പെടുന്നു എന്നെല്ലാം NIA കൃത്യമായി തെരഞ്ഞു പോകുമ്പോൾ അവർ കണ്ടെത്തിയത് ഈ ഫണ്ടുകളെല്ലാം റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ വലിയ തോതിൽ നിക്ഷേപിച്ചിട്ടുണ്ടെന്നാണ് അറിയുന്നത്. റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ നിക്ഷേപിച്ച ഫണ്ടുകൾ, അല്ലെങ്കിൽ ആ ഫണ്ടുകൾ റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ എവിടെയൊക്കെയാണ് നിക്ഷേപിച്ചതെന്ന് NIA സംഘം കണ്ടെത്തിയിട്ടുണ്ട്. ആലുവയിലെ പെരിയാർ വാലി അടക്കം, ഇടുക്കി ജില്ലയിലെ മൂന്നാറിലെ ചില പ്രദേശങ്ങളടക്കം വലിയ പ്രദേശങ്ങളിൽ, ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിൽ റിസോർട്ടുകളായും ഈ പറയുന്ന വലിയ ഷോപ്പിംഗ് കോംപ്ലക്സുകളായും മറ്റ് വില്ലകളായും ഒക്കെ ഈ വരുന്ന പണം ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്, നിക്ഷേപിച്ചിട്ടുണ്ടെന്നാണ് ഇപ്പോൾ NIA മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇത്തരം കാര്യങ്ങൾ, കില്ലർ സ്ക്വാഡുകളെ ഉണ്ടാക്കുന്നതിലും അവരെ പരിശീലിപ്പിക്കുന്നതെല്ലാം ചിലവാകുന്ന പണത്തിൻ്റെ വലിയ സ്രോതസ്സ് വിദേശത്ത് നിന്നാണെന്നും ആ പണം ഇവിടെ റിയൽ എസ്റ്റേറ്റ് മേഖലയിലും ഹോസ്പിറ്റാലിറ്റി മേഖലയിലും മറ്റ് മേഖലകളിലും നിക്ഷേപിക്കുകയും ആവശ്യമുള്ളപ്പോൾ അത് വിറ്റോ അല്ലെങ്കിൽ മറ്റു രീതിയിൽ കൈമാറ്റം ചെയ്തോ പണം ഉണ്ടാക്കിയ ശേഷം അത് ഇവിടെ ചിലവഴിക്കുകയും ചെയ്യുക എന്നാണ് പോപ്പുലർ ഫ്രണ്ടിൻ്റെ രീതി എന്നാണ് ഇപ്പോൾ NIA വ്യക്തമാക്കിയിരിക്കുന്നത്. 2023 ജൂൺ മാസത്തിലാണ് പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിച്ചത്. 2023 പോപ്പുലർ ഫ്രണ്ട് നിരോധിച്ച ശേഷം വ്യാപകമായ റെയ്ഡ് സംസ്ഥാനത്ത് നടക്കുകയുണ്ടായി, ഇന്ത്യ മുഴുവൻ നടക്കുകയുണ്ടായി. പല നേതാക്കളും ഇപ്പോൾ അറസ്റ്റിലായി തിഹാർ ജയിലിലാണ്. എങ്കിലും ഇവരുടെ ഈ സാമ്പത്തിക സ്രോതസ്സുകൾ എവിടേക്കാണ് കിടക്കുന്നതെന്ന് NIAക്കും കേന്ദ്ര രഹസ്യാന്വേഷണ ഏജൻസിക്കും പൂർണ്ണമായ വിവരങ്ങൾ കിട്ടിയിട്ടില്ലായിരുന്നു. ഇപ്പോൾ ഈ ലിസ്റ്റ് NIA കോടതിയിൽ കൊടുത്തതിന് ശേഷം ഇവർ അന്വേഷിക്കുന്നത് എങ്ങനെയാണ് ഇവർ ഈ ലിസ്റ്റ് തയ്യാറാക്കിയത്, ഈ ലിസ്റ്റ് തയ്യാറാക്കുന്നതിൽ കിട്ടിയ പുറത്തുനിന്നുള്ള സഹായം എങ്ങനെയാണ്, 3 സ്ക്വാഡുകൾ രൂപീകരിക്കാൻ, 3 ഡിവിഷനുകൾ രൂപീകരിക്കാൻ എങ്ങനെയാണ് NIAക്ക് പണം ലഭിച്ചത്, പെരിയാർ വാലി പോലുള്ള വലിയൊരു ഏക്കർ കണക്കിന് ഭൂമി സ്വന്തമാക്കാൻ ഇവർക്ക് അങ്ങനെ കഴിഞ്ഞു, ഈ പണം കേരളത്തിലെ മറ്റേതെങ്കിലും വ്യവസായികളുടെ കയ്യിൽ ബിനാമിയായി കിടപ്പുണ്ടോ, ഇതെല്ലാം ഇപ്പോൾ NIA അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനെക്കുറിച്ച് കൃത്യമായൊരു കൺക്ലൂഷനിലേക്ക് NIA എത്തിയിട്ടില്ലെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും NIA കേന്ദ്രങ്ങളിൽ നമുക്ക് ലഭിക്കുന്ന സൂചന, കേരളത്തിൽ റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ വലിയ നിക്ഷേപം പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ നടത്തിയിട്ടുണ്ട്. ആ നിക്ഷേപങ്ങളെല്ലാം കണ്ടുകെട്ടാനുള്ള നീക്കം തകൃതിയായി നടക്കുകയാണ്. കാരണം പെരിയാർ വാലിയും സത്യസരണയും പോലുള്ള ചില, മലപ്പുറത്തെ ഗ്രീൻ വാലിയും പോലുള്ള ചില പ്രദേശങ്ങൾ മാത്രമേ, അല്ലെങ്കിൽ ചില സ്വത്തുക്കൾ മാത്രമേ ഇപ്പോൾ കണ്ടുകെട്ടിയിട്ടുള്ളൂ. മറ്റു ചിലതെല്ലാം മറ്റ് വ്യക്തികളുടെ പേരിൽ കണ്ടുകെട്ടാതെ കിടക്കപ്പെടുകയാണ്. കാരണം ഈ നിക്ഷേപങ്ങളെല്ലാം ചില വ്യക്തികളുടെയും സ്ഥാപനങ്ങളുടെയും പേരിലാണ്. അതുകൊണ്ട് തന്നെ ഈ നിക്ഷേപങ്ങളൊന്നും കണ്ടുകെട്ടാൻ ഇതുവരെ
സാധിച്ചിട്ടില്ല. എന്തെങ്കിലും പോപ്പുലർ ഫണ്ട് നിരോധനം നീക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ പോപ്പുലർ ഫണ്ട് വേറൊരു സംഘടനയായിട്ട് മാറുകയാണെങ്കിൽ അവർക്ക് ഈ നിക്ഷേപങ്ങൾ ഉപയോഗിക്കാൻ സാധിക്കും. കാരണം ഇത് സ്വകാര്യ വ്യക്തികളുടെ പേരിലും സ്വകാര്യ ട്രസ്റ്റുകളുടെയും സംഘടനകളുടെയും പേരിലാണ്. അതുകൊണ്ട് ഈ നിക്ഷേപങ്ങൾ കണ്ടെത്തിയില്ലെങ്കിൽ ഈ പോപ്പുലർ ഫണ്ട് ഓഫ് ഇന്ത്യ നാളെ വേറൊരു പേരിൽ വരുമ്പോൾ അവർക്ക് സാമ്പത്തിക സമ്പാദനത്തിന്, സാമ്പത്തിക ക്രയവിക്രയത്തിന് ഈ സ്വത്തുക്കൾ ഉപയോഗിക്കാൻ കഴിയുമെന്നാണ് NIA പറയുന്നത്. അതുകൊണ്ട് ബിനാമി പേരുകളിൽ ഇപ്പോൾ നിക്ഷേപിച്ചിരിക്കുന്ന പോപ്പുലർ ഫണ്ടിൻ്റെ സ്വത്തുക്കൾ കണ്ടെത്താനുള്ള നീക്കത്തിലാണ് പോപ്പുലർ ഫണ്ടിൻ്റെ ഈ ബിനാമി സ്വത്തുക്കൾ, ബിനാമിയായി മൂടപ്പെട്ട് കിടക്കുന്ന അല്ലെങ്കിൽ പല വ്യക്തികളുടെയും കൈപ്പെട്ട് കിടക്കുന്ന സ്വത്തുക്കൾ കണ്ടെത്താനാണ് ഇപ്പോൾ NIA പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്.